പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. കാരണം നമ്മുടെ യുവതലമുറയെ, അതുപോലെ വിദ്യാർത്ഥികളെ അടക്കം ലഹരിക്ക് അടിമകളാക്കി അവരെ ഭ്രാന്തന്മാരും ഭ്രാന്തികളുമാക്കി മാറ്റുന്ന രണ്ടവന്മാരാണ് ഈ കാണുന്നത്. ഇവന്മാരിൽ നിന്ന് വൻ തോതിലാണ് ലഹരി ഗുളികകൾ കണ്ടെത്തിയിരിക്കുന്നത്. അതും ക്യാൻസറിനും തൈറോയിഡിനുമൊക്കെ ഉപയോഗിക്കുന്ന ഗുളികകൾ. ഇത് വെള്ളത്തിൽ നേർപ്പിച്ച ശേഷം ലഹരിയായിട്ട് ഉപയോഗിക്കുകയാണ് രീതി. നമ്മുടെ യുവതലമുറയെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇവന്മാർ ഈ ഒരു കച്ചവടം നടത്തി വന്നത്. ഏതായാലും ഇപ്പോൾ ഇവന്മാരെ കൊല്ലം ഇരവിപുരം പോലീസ് പിടികൂടിയിട്ടുണ്ട്. പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: പോത്ത് വളർത്തലിന്റെ മറവിൽ വൻ ലഹരി കച്ചവടം. 2 യുവാക്കൾ പോലീസിന്റെ പിടിയിലായി. ഇവരിൽ നിന്നും വൻ തോതിൽ ലഹരി ഗുളികകൾ കണ്ടെത്തി. കൊല്ലം മയ്യനാട് കുറ്റിക്കാട് എന്ന സ്ഥലത്ത് ബോംബെ അനന്തു എന്നറിയപ്പെടുന്ന ആളിന്റെ പുരയിടത്തിൽ നിന്നാണ് തൈറോയിഡിനും ക്യാൻസറിനും അടക്കം ഉപയോഗിക്കുന്ന ഗുളികളുടെ വൻ ശേഖരം പിടികൂടിയത്. ഇതിന്റെ വിതരണക്കാരായ മയ്യനാട് വലിയവിള സുനാമി ഫ്ളാറ്റിൽ ഫ്രാൻസിസ്, അലക്സാണ്ടർ എന്നിവരെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. ബോംബെ അനന്തു എന്ന് വിളിക്കുന്ന വലിയവിള സുനാമി ഫ്ളാറ്റിലെ അനന്തു ഇവിടെ സ്ഥലം വാങ്ങി ചുറ്റുമതിൽ നിർമ്മിച്ച് 2 പോത്തുകളെ ഇതിനുള്ളിൽ കെട്ടി വളർത്തിയിരുന്നു. ഇതിന്റെ മറവിലായിരുന്നു വൻ തോതിൽ ലഹരി കച്ചവടം നടത്തി വന്നത്. പോത്തുകളെ പരിപാലിക്കാൻ എന്ന നിലയിൽ ഫ്രാൻസിസും അലക്സും ഇവിടെ എത്താറുണ്ടായിരുന്നു. വിദ്യാർത്ഥികളെ അടക്കം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇവർ ഇവിടെ കച്ചവടം നടത്തി വന്നത്. നാളുകളായി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇവർ. സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ACP ഷെരീഫിന്റെ നിർദ്ദേശാനുസരണം ഇരവിപുരം പോലീസ് ഇൻസ്പെക്ടർ രാജീവിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ രഞ്ജിത്ത്, ഗ്രേഡ് SI നൌഷാദ്, CPO അനീഷ്, സജിൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. ഇവന്മാരെയൊക്കെ ജനങ്ങൾ തിരിച്ചറിയണം. ഏതെങ്കിലുമൊക്കെ സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ സ്ഥലങ്ങളിൽ എത്തപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവരെ നിരീക്ഷിക്കുകയും വേണം. തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും വേണം. വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക.